ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തീറ്റപ്പുൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം വർക്കുകൾ അതിൽ ഏറ്റെടുത്ത് ചെയ്യാമെന്നും, അപ്പോൾ അതിൽ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം സൈറ്റ് വന്ന് പരിശോധിച്ചതിന് ശേഷം സൈറ്റിൽ ഒരുപാട് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വെട്ടി ക്ലിയർ ചെയ്യേണ്ടാവും. അത് പ്രീ മെഷർമെൻ്റ് ആണ്. ചെയ്യുന്നതിന് മുന്നുള്ള അളവ് ആദ്യം കിട്ടണം. അപ്പോൾ അത് നോക്കിയിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് സ്ഥലത്തുള്ള കാർഡ് വെട്ടി മാറ്റുന്നതിനുള്ള എസ്റ്റിമേറ്റ് ആദ്യം എടുക്കണം. എന്നതിന് ശേഷം ബാക്കി എന്തൊക്കെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ വീടൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ എത്രയാണോ പറമ്പ്, ആ പറമ്പിനുള്ള സ്ഥലം ഒരു നീളവും വീതിയും ഉണ്ടാവും. അത് നമുക്ക് സപ്പോസ് 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള സ്ഥലത്താണ് നമ്മൾ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ കൺവേർഷൻ നോക്കാം. 10x10 എന്ന് പറഞ്ഞാൽ 100 m². 10 മീറ്റർ നീളം 10 മീറ്റർ വീതിയാണെങ്കിൽ 10x10 എന്ന് പറഞ്ഞാൽ 100 m² ആണ്. 100 m² എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര സെൻറ്റ് ഉണ്ടാവും നോക്കണമെങ്കിൽ, ഒരു സെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 40.47 m² ഒരു സെൻറ്റാണ്. 40.47 m² ഒരു സെൻറ്റാണ്. അപ്പോൾ 100 m² ഉണ്ട്. 100 m² എത്ര സെൻറ്റാണെന്ന് അറിയണമെങ്കിൽ 100 ഹരിക്കണം 40.47 എന്ന് ചെയ്തിട്ടാണെങ്കിൽ എത്ര സെൻറ്റ് എന്ന് കിട്ടും. ഇത് നമുക്ക് 100 ഹരിക്കണം 40 എന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ 2.5 സെൻറ്റ് എന്നാണ് കിട്ടുക. 100 ഹരിക്കണം 40 എന്ന് വരികയാണെങ്കിൽ 100 ഹരിക്കണം 40 എന്നാണ് വരുന്നതെങ്കിൽ 2.5 സെൻറ്റാണ് ഇതൊരു കണക്ക്. അപ്പോൾ ഈ 10x10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള സ്ഥലത്ത് 2.5 സെൻറ്റിൽ ഈ ഏരിയയിലാണ് ആദ്യം തീറ്റപ്പുൽ കൃഷി നടത്തുന്നതെങ്കിൽ ഇതിൽ കാട് വെട്ടുന്നതിന് 100 m² കാട് വെട്ടുന്നതായിട്ട് ആദ്യം കാണിക്കണം. പിന്നീട് അതിൽ കാണിക്കാനുള്ളത് ഈ നിലയിൽ മൊത്തം സ്ഥലത്തും തീറ്റപ്പുൽ കൃഷി നടത്തുകയാണെങ്കിൽ കൊത്തി ഇളക്കുന്നതിനുള്ള ഡാറ്റ. ഒന്നാമത്തെ ഡാറ്റ കാട് വെട്ടുന്നത്, രണ്ടാമത്തെ ഡാറ്റ കൊത്തി ഇളക്കുന്നത്, പിന്നെ അത് നടുന്നതിനുള്ള ആവശ്യമായ പ്രവൃത്തികളുമാണ് വരുന്നത്. പിന്നെ CO3 പുല്ലാണ് ഇതിൽ സാധാരണയായിട്ട്. CO3യും CO6ഉം ഉണ്ട്. CO3 പുല്ലാണ് സാധാരണ നടുന്നതിന് ആവശ്യമായ ഡാറ്റയും നമുക്ക് കിട്ടുന്നതാണ്, അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ തീറ്റപ്പുൽ കൃഷി നടത്തുന്നത് ഒന്നെങ്കിൽ നിരസായ സ്ഥലത്ത് എല്ലായിടത്തും ഒരുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ ഓരോരോ മൺവരമ്പ് എടുക്കുന്ന രീതിയിൽ മൺവരമ്പിൻ്റെ m³ കണക്കിന് ഇതിന് നീളത്തിലായിട്ട് മൺവരമ്പ് എടുക്കുന്ന രീതിയിലാക്കിയിട്ട് ചെയ്യാം. അതുപോലെ തിരിച്ച് ഇതിലെ മൺവരമ്പാക്കിയിട്ട് ചെയ്യാം. ഈ ഭാഗത്ത് മൺവരമ്പാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ മൺവരമ്പിനും നീളം ഇൻറ്റു, നമ്മൾ ആദ്യം പറഞ്ഞാണ് മൺവരമ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇത് ചെയ്താൽ m³ കിട്ടുക. m³ 100 ഹരിക്കണം 40.47 എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ സംതിങ്, 2.40 എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ അതാണ് വരിക. 2.5 സെൻറ്റാണ്, സെൻസാണ്, 2.5 സെൻറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇത്രയാണ് 40.47 m² ആണ് ഒരു സെൻറ്റ്. അപ്പോൾ 100 m² എത്ര സെൻറ്റ് ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഇതിനെ ഹരിച്ച് നോക്കിക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്ഥലത്ത് മൺവരമ്പാണ് ചെയ്യുന്നതെങ്കിൽ, മൺവരമ്പിൻ്റെ മുകളിൽ തീറ്റപ്പുൽ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ഒരു ഡാറ്റ മൺവരമ്പിൻ്റെ ഡാറ്റ ഉണ്ടാവുക. മൺവരമ്പിൻ്റെ മുകളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. ഉയരം എന്നുള്ളത് വന്നിട്ടുണ്ട്. നീളം നമുക്ക് അറിയാം, നേരെ ലെങ്ത്തിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് കിട്ടുന്നതാണ് ലെങ്ത്ത്. വിടുത്ത് നിനക്കാണെങ്കിൽ ആവറേജ് വിടുത്ത് ഉണ്ടാവും ചിലപ്പോൾ. ഇനി അതല്ലെങ്കിൽ ഈ മൺവരമ്പ് 2 മൺവരമ്പ് അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കോരിയിടുന്ന രീതിയിലാണെങ്കിൽ ഒരാൾ എത്ര എടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് വീതി 2 തരം വീതി ഉണ്ടാവും. താഴത്തെ വീതി W1 + W2, വിടുത്ത് 1 + വിടുത്ത് 2 / 2 ചെയ്യണം, ഇൻറ്റു ഉയരം ഏകദേശം 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 50 എന്നാണ് വരിക. ഇപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ 346 രൂപ ആയ കണക്കിന് ആദ്യം ഒരു m³ മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ 183 രൂപ 15 പൈസയായിരുന്നു. അതിപ്പോൾ ഇനി വേരിയേഷൻ വന്നിട്ടുണ്ട്. സെക്യൂർ സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഡാറ്റ ചേഞ്ച് ആവും. അതുപോലെ ഇതിൻ്റെ റേറ്റ് 333 എന്നുള്ളത് 346 ആവും. എന്തായാലും ഒരാൾ 1.83 m³ മൺവരമ്പായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ മൺവരമ്പ് നോക്കി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് അടുത്ത ഡാറ്റ ഉണ്ടാവും. തീറ്റപ്പുൽ കൃഷി കട്ട് ചെയ്യുന്നതിനും അത് നാട്ടുന്നതിനുമുള്ള ഡാറ്റ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മൺവരമ്പിൻ്റെ പുറത്തുള്ള തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതാവും. നേരെ മറിച്ച് ഇവിടെ 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള സ്ഥലമാണെങ്കിൽ ഇതിൽ മൊത്തം കാട് വെട്ടിയതിന് ശേഷം, മൊത്തം കിളച്ചതിന് ശേഷം അതിൽ നടുന്ന മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ m² തന്നെയാണ് എടുക്കാണ്ടാവുക, m³ എടുക്കാണ്ടാവില്ല. m³ നീളതിൻ്റെ വീതിൻ്റെ ഉയരം എന്ന് പറയുന്നത് മൺവരമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അല്ല എങ്കിൽ m² ഉണ്ടാവുക. ഒരു m² ഇത്ര ചാർജ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ മൺവരമ്പിന് 346 ആയി മാറുമ്പോൾ 183.15 കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നേരം അത്രയും വരും.
അപ്പോൾ മൺവരമ്പാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൺവരമ്പ് ഒരാൾ എത്ര ഒരു ദിവസം ചെയ്യണം എന്നുള്ളത്. അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും വരിക. മൺവരമ്പിൻ്റെ നീളം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ അത് 1.83 m³ കിട്ടേണ്ട സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഹരിക്കണം ഇതിൻ്റെ വിഡ്ത്ത് അടിയിലുള്ള അടിഭാഗം 70 സെൻറ്റിമീറ്ററും മോൾ ഭാഗം 50 സെൻറ്റിമീറ്ററിലും ആണെങ്കിൽ /2 ഹരിക്കണം ഇതിൻ്റെ ഹൈറ്റ് 0.5 ഹൈറ്റിലുമാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ എത്ര ചെയ്യണമെന്ന് കിട്ടും. 1.83 ആയിരിക്കണം. 0.7 + 0.5 /2 എന്ന് പറയുമ്പോൾ 7 5 12 ആണ്. 1.2 /2 എന്നാണ് വരിക. ഹരിക്കണം 0.5 എന്നാണ് വരിക. ഇവിടെ 1.83 ഹരിക്കണം എന്നും. അപ്പോൾ 1.2 ഹരിക്കണം 0.2 എന്ന് പറയുമ്പോൾ 0.6 ആണ്. 0.6 ഹരിക്കണം 0.5 എന്ന് വരും. പിന്നെ ഇവിടെ 1.83. ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെങ്ത്ത് എന്നുള്ളത് കിട്ടും. 1.83 ഹരിക്കണം 0.6 ഹരിക്കണം 0.5 എന്ന് പറയുമ്പോൾ എത്ര ലെങ്ത്തിൽ ഒരാൾ ചെയ്യണം എന്ന് കിട്ടും. നമ്മളതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1.83 ഹരിക്കണം 0.6 ഹരിക്കണം 0.5 എന്ന് ചെയ്യുമ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടുക. അതിനെ ഹരിച്ചു നോക്കിയാൽ 1.83 ഹരിക്കണം 0.6 ഹരിക്കണം 0.5. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അത് ചെയ്താൽ നമുക്ക് 6.1 മീറ്റർ എന്ന് കിട്ടും. ഇത് പക്ക ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മൺവരമ്പ് ഉയർത്തിയെടുക്കുന്നതിനുള്ള ചാർജാണ് പറഞ്ഞിട്ടുള്ളത്. 6.1 മീറ്റർ ലെങ്ത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 0.7 അടിയിലും 0.5 മേലെ ഭാഗവും അതിന് 2 ഹരിച്ച് ഇൻറ്റു 0.5 ചെയ്താൽ 1.83 കിട്ടും. അത് നോക്കാം നമുക്ക്. 6.1 ഇൻറ്റു ഇത് 0.7 + 0.5 /2 എന്ന് പറയുമ്പോൾ 0.7 + 0.5 എന്ന് പറയുമ്പോൾ 1.2 ആണ്. 1.2 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. അപ്പോൾ 0.6 ഇൻറ്റു 0.5 എന്ന് ചെയ്താൽ = 1.83 എന്ന് കിട്ടും. അപ്പോൾ 1.83 m³ മൺവരമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 346 രൂപ കൂലി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരാളെ പണിയാണ്. അപ്പോൾ രണ്ടാൾക്കാർ ഒരു ഭാഗത്ത് ഒരു മൺവരമ്പും അടുത്ത ഭാഗത്ത് വേറൊരാൾ മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6.1 മീറ്റർ നീളത്തിലും ഇവിടെ 6.1 മീറ്റർ നീളത്തിലും ചെയ്താൽ 2 മൺവരമ്പ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൊത്തമായിട്ടും നമുക്ക് തീറ്റപ്പുൽ കൃഷി നടാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീറ്റപ്പുൽ കൃഷിൻ്റെ മൺവരമ്പിൻ്റെ മുകളിലുള്ളതാവും. അല്ലാത്ത സ്ഥലത്ത് പ്ലെയിൻ അടിച്ച സ്ഥലത്ത് കൊത്തി ഇളക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ m² വരിക. നീളം അതിൻ്റെ വീതി മാത്രമേ വരുള്ളൂ. കാട് വെട്ടുന്ന വീതി, അതുപോലെ പുല്ല് എത്തുകയും കിളയ്ക്കുകയും ചെയ്യുന്നതിന് വീതി, പിന്നെ നടുന്നതിനുള്ള ചാർജും വെച്ചിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ തീറ്റപ്പുൽ കൃഷി ചെയ്യേണ്ട അളവുകളും അതെങ്ങനെ എടുക്കണം, എങ്ങനെ എസ്റ്റിമേറ്റ് ആക്കണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീറ്റപ്പുൽ കൃഷി 2 മെത്തേഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ നിലം ഫ്ലാറ്റ് അടിച്ചിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ മൺവരമ്പ് ഉപയോഗിച്ച് മൺവരമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന CO3 പുല്ല് വെക്കുന്ന രീതിയിലുള്ളതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് m³ ഒന്ന് m². അതിൻ്റെ മുന്നോടിയായിട്ട് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണെന്ന് കണ്ടാൽ അത് കണ്ടെത്തിയിട്ട് അത് പ്രീ മെഷർമെൻറ്റ് ഉണ്ടാവും. അത് നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതിയും ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ m² ആണ്. മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ m³ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ഉണ്ടാവും. അത് m³ വരിക. m³ റേറ്റ് വേറെയാണ്, m² റേറ്റ് വേറെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.